പ്രതിപക്ഷം UDF സർക്കാരിനെതിരെ ഉന്നയിക്കുന്ന രണ്ട് കാര്യങ്ങളൊന്നും മദ്യനയവും പിന്നീട് PM ശ്രീ വിഷയമാണ്. PM ശ്രീ വിഷയത്തിൽ ഇന്ന് N ഷംസുദ്ദീൻ കൃത്യമായിട്ട്, അതായത് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിന് കൃത്യമായിട്ട് മറുപടി നൽകുന്നുണ്ട്. ഇതിന് പിന്നിൽ ആരാണ് എന്താണെന്നൊക്കെ. കഴിഞ്ഞ വർഷം ആരും അറിയാതെ, ജനങ്ങളോടും ആരോടും പറയാതെ, സ്വന്തം പാർട്ടിക്കുള്ളിൽ പോലും പറയാതെ PM ശ്രീ പോയി ഒപ്പിട്ടത് ആരാണെന്നും അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇന്ന് N ഷംസുദ്ദീൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അവർ ഒപ്പിട്ടിട്ട് നൈസായിട്ട് ഇത് UDF സർക്കാരിൻ്റെ, അതായത് UDF സർക്കാരാണ് ഒപ്പിട്ടതെന്ന് തലയിൽ കെട്ടിവെക്കാൻ നോക്കിയായിരുന്നല്ലേ. അതായത് നിയമസഭയിൽ വീണ്ടും നാണം കിടേണ്ട അവസ്ഥയാണ് ഇപ്പോൾ നിലവിൽ LDFന്. കഴിഞ്ഞ 10 വർഷം ഈ ഒരു കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ കക്ഷിയായിരുന്നു. അതുമാത്രമല്ല 10 വർഷം കേരളം അടങ്കം ഭരിച്ചിരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി. ആ പാർട്ടി ഇന്ന് അവർ തന്നെ ചെയ്തു വെച്ച, അല്ലെങ്കിൽ അവർ തന്നെ കുഴിച്ച് വീണ കുഴിയിൽ കിടന്ന് അവർ മേളിലേക്ക് നോക്കി കരയുകയാണ്. ആ കരച്ചിൽ ഒരുപക്ഷെ ഈ ഒരു സർക്കാരിൻ്റെ തലയിൽ കെട്ടിവെക്കാനുള്ള എല്ലാവിധ ശ്രമങ്ങളും നടത്തി വരുന്നുണ്ട്. പക്ഷെ ആ ശ്രമങ്ങളെല്ലാം അടിച്ചൊതുക്കാനുള്ള മറുപടിയും അല്ലെങ്കിൽ മറുപടിയും അവരുടെ കയ്യിൽ കൊടുത്തിട്ടാണ് ഈ ചെയ്തികളെല്ലാം, അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു പ്രതിഷേധങ്ങളും അല്ലെങ്കിൽ ആരോപണങ്ങളും ഉന്നയിക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ PM ശ്രീ പദ്ധതിയിൽ സഖ്യകക്ഷി അല്ലെങ്കിൽ LDF മുന്നണിയിലെ മറ്റ് അടുത്ത പാർട്ടിയായ CPIയോട് പോലും ആലോചിക്കാതെ PM ശ്രീ പദ്ധതി കേന്ദ്രവുമായിട്ട് ഒപ്പിട്ട മുഖ്യമന്ത്രിയും മുൻ വിദ്യാഭ്യാസ മന്ത്രിയും ഇവർ രണ്ടുപേരും പരസ്പരം പറഞ്ഞുകൊണ്ട് ഈ ഒരു ഡീൽ ഉറപ്പിച്ചതിന് ശേഷം അത് മണ്ടത്തരമായി, അല്ലെങ്കിൽ എല്ലാ സ്ഥലത്തും എല്ലാ കോണിൽ നിന്നും പ്രതിഷേധം ഉയർന്നതിന് ശേഷം ഈ പരിപാടിക്ക് ഞങ്ങളില്ല എന്ന് പറഞ്ഞ് ആ ഒരു പദ്ധതി പിൻവലിക്കുകയാണെന്ന് ആകെ ഒരു പുകമറ സൃഷ്ടിക്കുന്നു. എന്നാലും ആ ഒരു പദ്ധതി പിൻവലിക്കപ്പെടുന്നില്ല. കാരണം ഈ പദ്ധതി പിൻവലിക്കാൻ കേന്ദ്ര സർക്കാരിന് മാത്രമേ അധികാരമുള്ളൂ എന്നുള്ളൊരു MOU കൂടെ അല്ലെങ്കിൽ ആ ഒരു ക്ലോസ് കൂടി MOUയിൽ ഉണ്ടായിരുന്നു. ആ ഒരു MOUയിൽ ഒപ്പിട്ടപ്പോൾ ഇവർ അറിഞ്ഞിരുന്നില്ല ഇവരുടെ തന്നെ തലയ്ക്ക് അടിക്കാനുള്ള വടിയാണ് ഇവർ വെട്ടിക്കൊണ്ടിരുന്നതെന്ന്. നേരത്തെ തന്നെ ഈ PM ശ്രീ വിഷയം, അതായത് PM ശ്രീ ഒപ്പിടാൻ പോവുകയാണെന്നുള്ളൊരു ഇത് വന്നപ്പോഴേ ശിവൻകുട്ടി വന്നിരുന്നു. താൻ ഇതൊന്നും ചെയ്തിട്ടില്ല, താൻ ഇത് ഒപ്പിട്ടിട്ടില്ല, കേന്ദ്രത്തിന് കത്തയച്ചിരുന്നു, അന്ന് ഒപ്പിട്ടത് കേന്ദ്രത്തിന് പിന്നീട് കത്തയച്ചിരുന്നു എന്ന്. അതും ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ്. അതായത് ഇത് ക്യാൻസൽ ചെയ്യണമെന്നുള്ള രീതിയിലുള്ള അല്ല കത്തയച്ചിരിക്കുന്നത്. ഉപസമിതി രൂപീകരിച്ചിട്ട് അവരുമായിട്ട് ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യാന്നുള്ള രീതിയിലാണ്. അതുമാത്രമല്ല, ഇപ്പം ഈ വിഷയം ഇന്നത്തെ നിയമസഭയിൽ ഉന്നയിച്ചതും CPIയുടെ ഒരു MLA ആയ MP പ്രസാദാണ്. അദ്ദേഹമാണ് ഇത് ചോദിച്ചത്. ഇതിൽ ചോദിച്ചു വാങ്ങുക എന്ന് കേട്ടിട്ടേ ഉള്ളൂ, ഇപ്പൊ കാണുക ഇപ്പൊ ചെയ്തത്. അതെ, ഇപ്പൊ PM ശ്രീ പദ്ധതിയിൽ കഴിഞ്ഞ സർക്കാരിനോട് ചോദ്യം ചെയ്യാൻ ധൈര്യം കാണിക്കാത്ത കഴിഞ്ഞ സർക്കാരിന്റെ മന്ത്രിസഭയിൽ കൃഷിമന്ത്രിയായിരുന്നു P പ്രസാദ്. പക്ഷെ ആ സമയത്ത് ഈ ഒരു മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനോടോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന V ശിവൻകുട്ടിയോടോ ഇതുപോലൊരു ചോദ്യം ചോദിക്കാൻ, അല്ലെങ്കിൽ തങ്ങളുടെ മുന്നണിയിൽ നിന്നുള്ള ഒരു മന്ത്രിക്ക് ചോദ്യം ചോദിക്കാൻ ഒരു ആർജവം ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ധൈര്യം ഉണ്ടായിരുന്നില്ല. എന്തിനേറെ പറയുന്നു, CPIയുടെ തന്നെ സംസ്ഥാന സെക്രട്ടറി ഈ ഒരു നടപടി ചെയ്തതിൽ, അതായത് ഇതുപോലൊരു കരാർ ഒപ്പിട്ടതിൽ മിണ്ടാതെ പഞ്ചപുച്ഛമടക്കി മിണ്ടാതെ മാറി നിൽക്കുകയായിരുന്നു. ഈ ഒരു പ്രതിഷേധം ഉയർന്നതിന് ശേഷമാണ് ഇതുപോലൊരു പദ്ധതിയിൽ ഒപ്പുവെക്കരുതായിരുന്നു എന്ന രീതിയിൽ ഒരു കീഴടങ്ങിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധ സ്വരം, അത് വളരെ ദുർബലമായിരുന്നു. ആ CPI സംസ്ഥാന സെക്രട്ടറിയുടെ ആ ഒരു സ്വരം. പക്ഷെ ആ ഒരു പാർട്ടിയിൽ തന്നെയുള്ള CPIയുടെ MLA ആയ P പ്രസാദ് തന്നെയാണ് ഈ ഒരു വിഷയം ഉന്നയിച്ചതെന്ന് കേൾക്കുമ്പോൾ അത് എന്താ പറയുക, ആ ഒരു സമയത്ത് ഇന്ന് കാണിച്ച ആർജവും അന്ന്, അല്ലെങ്കിൽ ആ ഒരു കഴിഞ്ഞ ഒപ്പിട്ട ആ സമയത്ത് കാണിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ തന്നെ സർക്കാരിലുള്ള ആൾക്കാർ തന്നെ, അതായത് ആ സിസ്റ്റത്തിലുള്ള ആ ഒരു മന്ത്രി തന്നെ പറഞ്ഞിരുന്നെങ്കിൽ അതിന് വാലിഡ് ആയിട്ടുള്ള ഒരു റീസൺ ഉണ്ടായേനെ. അത് മാത്രമല്ല, ആ ഒരു എന്താ പറയുക, ആ പാർട്ടിക്ക് കുറച്ചെങ്കിലും ജനസമ്മതി ഉണ്ടായേനെ. ഇതിപ്പോൾ ഭരണം മാറി UDF മന്ത്രിസഭ കയറിയതിന് പിന്നാലെ ആ UDF മന്ത്രിസഭയെ അല്ലെങ്കിൽ UDF സർക്കാരിനോട് ഈ ഒരു ചോദ്യം ചോദിക്കേണ്ട ഒരു അവസ്ഥയാണ്. ശരിക്കും പറഞ്ഞാൽ ചോദ്യം ചോദിക്കേണ്ട ആരോടാണ്? UDF സർക്കാരിനോടാണോ, അതോ നിങ്ങൾ അംഗമായിരുന്ന ആ ഒരു കഴിഞ്ഞ LDF സർക്കാരിനോടാണോ എന്ന് P പ്രസാദ് ആലോചിച്ച് നോക്കേണ്ടതാണ്. അതുമാത്രമല്ല, ഈ ചോദ്യം ചോദിച്ച P പ്രസാദിന് വയറ് നിറച്ച് കൊടുക്കുകയും ചെയ്തു N ഷംസുദ്ദീൻ. കാരണം നിങ്ങൾ ആ സമയത്ത് ഉറങ്ങുകയായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ആ സമയത്ത് ഈ ഒരു ഒപ്പിട്ടത് പോലും നിങ്ങളോട് ആലോചിക്കാതെയല്ലേ പോയി ഒപ്പിട്ടത്? ഇതെല്ലാം ചോദിച്ചപ്പോഴും എല്ലാം
ഈ വാചക കസർത്ത് കൊണ്ട് കാര്യമില്ല, ഈ ഒരു പദ്ധതി പിൻവലിച്ചിട്ടേ കാര്യമുള്ളൂ എന്നാണ് പി പ്രസാദ് ശക്തമായി ഊന്നി പറഞ്ഞത്. ഇതെല്ലാം ഈ ഒരു പാർട്ടിയുടെ LDF അല്ലെങ്കിൽ CPIയുടെയും CPMന്റെയും ഈ ഒരു ജാള്യത മറയ്ക്കാൻ വേണ്ടിയാണ് ഈ ഒരു എന്താ പറയുക ഉരുണ്ടുകളി അല്ലെങ്കിൽ മലക്കമറിച്ചിൽ. നമുക്കറിയാം PM ശ്രീ പദ്ധതിയിൽ ആകെ സപ്പോർട്ട് ചെയ്യുന്ന BJP പ്രവർത്തകർ മാത്രമായിരിക്കും. LDF ആയാലും UDF ആയാലും ഒരുപോലെ എതിർത്തിരുന്നൊരു പദ്ധതിയായിരുന്നു. ആ ഒരു പദ്ധതിയാണ് സ്വന്തം പാർട്ടിയിൽ ഇപ്പം പി പ്രസാദ് ആയാലും CPI ആയാലും CPMലുള്ളവർ പോലും അറിയാതെയാണ് ശിവൻകുട്ടിയും അതായത് നമ്മൾ പിണറായി വിജയനും പോയി ഇതിന് ഒപ്പിട്ടത്. എന്നിട്ട് ഈ PM ശ്രീ വിഷയം ഇപ്പോൾ UDF സർക്കാരിൻ്റെ കാലത്ത് അവരുടെ തുടർ ഭരണമായിട്ട് വന്നതിന് PM ശ്രീയുമായിട്ട് മുന്നോട്ട് പോയേ പറ്റൂ, അവർ ഒപ്പിട്ടതിന്. എന്നിട്ടും ഇവർക്കെതിരെ സംസാരിക്കാൻ ഇവർ കാണിച്ച ധൈര്യം, അതായത് ഇതൊന്നും പുറത്തു വരില്ല എന്നൊരു വിശ്വാസമായിരുന്നോ ഇവരെ കൊണ്ട് ഇങ്ങനെയുള്ള സംസാരിപ്പിച്ചത്? അല്ല, ഒരു പക്ഷേ ആ സമയത്ത് അവർക്കൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. ശക്തമായ ഭരണവിരുദ്ധ വികാരം ഉണ്ടെങ്കിൽ പോലും അതിനിടയ്ക്ക് ഇവർക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഒരു പക്ഷേ മൂന്നാം പിണറായി സർക്കാർ വന്നാൽ ഈ ഒരു PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോയി NEP പ്രകാരമുള്ള ഈ ഒരു വിദ്യാഭ്യാസ നയം കേരളത്തിലെ വിദ്യാലയങ്ങളിൽ അടിച്ചേൽപ്പിക്കുകയും ചരിത്രത്തെ വരും തലമുറയിലേക്ക് നിന്നും മാറ്റി വ്യതിചരിച്ച് അവരിലേക്ക് ഇൻജക്റ്റ് ചെയ്യുന്നതിലും അല്ലെങ്കിൽ അവരിലേക്ക് അറിവ് പകർന്നു കൊടുക്കുന്നതിലും ഒരു പ്രധാന പങ്ക് വഹിച്ചേനെ ഈ ഒരു പക്ഷേ മൂന്നാം പിണറായി സർക്കാർ വന്നിരുന്നെങ്കിൽ. ആ സമയത്തും അവർ തന്നെ പറഞ്ഞേനെ, ഇതുപോലെ മുട്ടാപ്പൂക്ക് ന്യായങ്ങൾ പറഞ്ഞേനെ. എന്തായാലും നമ്മൾ ഒപ്പിട്ട് പോയില്ലേ, നമുക്ക് കിട്ടാനുള്ള തുകകളെല്ലാം കിട്ടി, സ്കൂളിലെ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം വികസിപ്പിക്കുന്നുണ്ട്, ഇനി അതല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖല അടുത്ത ലെവലിലേക്ക് കിടക്കും എന്ന രീതിയിലുള്ള ഒരു എന്താ പറയുക ഒരു വില കുറഞ്ഞ ന്യായീകരണം അല്ലെങ്കിൽ ക്യാപ്സ്യൂളുകളുമായി ഇതുപോലെ മൂന്നാം പിണറായി സർക്കാരിൽ ഉണ്ടായേക്കാവുന്ന ആ ഒരു മന്ത്രിമാരോ അല്ലെങ്കിൽ അതിലെ ജനപ്രതിനിധികളോ പറഞ്ഞേനെ. ആ സമയത്തും ഈ UDF അന്ന് പറഞ്ഞ ആ ഒരു നയത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. കാരണം PM ശ്രീ പദ്ധതിയിൽ പൂർണ്ണമായും ഈ കേരളത്തിലേക്ക് അല്ലെങ്കിൽ അവരുടെ ആശയങ്ങൾ അടിച്ചേൽപ്പിക്കാൻ അനുവദിക്കില്ല. അതിൽ സിലബസും അതുപോലുള്ള കാര്യങ്ങളെല്ലാം എന്താ പറയുക അതിൽ മോഡറേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അനലൈസ് ചെയ്യാൻ തങ്ങൾക്ക് അധികാരം നൽകണം എന്നുള്ള രീതിയിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. ഒന്നുകിൽ ആ ഒരു പദ്ധതി നടപ്പാക്കാതിരിക്കുക, ഇനി അഥവാ നടപ്പാക്കിയാൽ തന്നെ ആ ഒരു കേന്ദ്ര സർക്കാരിൻ്റെ നയം, വിദ്യാഭ്യാസ നയത്തിൽ നിന്ന് അതായത് കേരള സർക്കാരിൻ്റെ ആ ഒരു പാഠ്യപദ്ധതി ഉണ്ടല്ലോ, അതിലേക്ക് കേന്ദ്ര സർക്കാരിൻ്റെ പാഠ്യപദ്ധതിയെ ഉൾപ്പെടുത്തി അതിനെ മിക്സ് ചെയ്യാതെ, അതായത് സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനുള്ള ഒരു കഴിവ് സംസ്ഥാനത്തിന് നൽകണം എന്ന ഒരു ഉപാധി മുന്നോട്ട് വെച്ചാണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. ഒരു പക്ഷേ നാളെ തന്നെ ഈ ഒരു പദ്ധതിയിൽ നിന്ന് ഒഴിവാകാനും സാധ്യതയുണ്ട്. അതായത് ഈ ഒരു കേന്ദ്രത്തിൻ്റെ വിദ്യാഭ്യാസ നയം പൂർണ്ണമായി കേരളത്തിൽ അടിച്ചേൽപ്പിക്കില്ല എന്ന് പൂർണ്ണമായ ഉറപ്പ് ഈ വിദ്യാഭ്യാസ മന്ത്രിയും അതുമാത്രമല്ല UDF സർക്കാരും ജനങ്ങൾക്ക് ഉറപ്പ് നൽകുന്നുണ്ട്.